കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാവുന്നതല്ല. അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇത് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ പൂർണ്ണമായും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുള്ളൂ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ പാകമല്ല എന്നുള്ള കാര്യം ഒന്നറിയുക. അതുകൂടാതെ ഒരു കാര്യം കൂടി കൂടാതെ നിങ്ങൾക്കും ഈ അന്വേഷണത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടി ഞങ്ങൾക്ക് പരമാവധി നമുക്ക് ഇതിന്റെ റൂട്ട് പിഴുതെടുക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. അവർക്ക് ഉണ്ട്. കാരണം ഇത് സപ്ലൈ ചെയ്തവരാണെന്നാണ് നമുക്ക് പ്രഥമദർശി കിട്ടിയിട്ടുള്ളത്. അവരും അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പൂർണ്ണമായിട്ടുള്ള തെളിവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകൾ കൂടി നമുക്ക് കിട്ടണം. ഉണ്ടാവും. രണ്ടുപേരുടെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. സപ്ലൈ ചെയ്തവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവിടെ എത്തിച്ചത് ഇവരാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അത് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കണമെങ്കിൽ നമുക്കത് തെളിവുകൾ കൊണ്ടുവരണം. അതിപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഇവർ അവിടെ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാലാണ് ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടത്. കാരണം ഒത്തിരി നമുക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ചെറിയ ക്വാണ്ടിറ്റികൾ കൊണ്ടുവന്നായിട്ട് നമുക്ക് മനസ്സിലായി. ഇവരവിടുന്ന് ഔട്ടായ കുട്ടികളാണ്. സെമസ്റ്റർ ഔട്ടായ കുട്ടികളാണ്. ആ കാര്യങ്ങൾ നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ആകാശ് എന്ന് പറയുന്ന പ്രതി ഈ ആകാശിനൊപ്പം ഈ ഹോസ്റ്റൽ മുറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരാളും കൂടി ഉണ്ട്. പക്ഷെ അയാൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു പറയുന്നത്. മറ്റൊരാളല്ല, രണ്ടുപേരുണ്ട്. ആ റൂമിൽ മൊത്തം 3 പേരാണുള്ളത്. അതെ, രണ്ടുപേരുടെയും പരിശോധിക്കും. കാരണം ഇല്ലായിരുന്നു അവരെ അവകാശപ്പെടുന്നു. നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ പങ്ക് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ച് വെളിവായിൽ മാത്രം അതിനകത്ത് ചേർക്കും. ഇതുവരെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അത് എന്തെങ്കിലും അങ്ങനെ കിട്ടി കഴിയും. കാരണം നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒത്തിരി തെളിവുകൾ ശേഖരിക്കാൻ കഴിയും. അങ്ങനെ കിട്ടിയാൽ അതിനകത്ത് ഉൾപ്പെടും.